വിശ്വാസ പരിശീലനത്തിൽ 12ാം ക്ലാസ്സിലേക്ക് പുതിയ പുസ്തകം കടന്നു വന്നിരിക്കുകയാണ്. വിവാദമായ പഴയ പുസ്തകം എടുത്തു മാറ്റിയിരിക്കുന്നു. പുതിയ പുസ്തകം കുട്ടികൾക്ക് പഠിക്കാനായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇത് ആരുടെ കയ്യിലെന്നറിയാമോ? +2 പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കയ്യിലാണ്. ഈ പുസ്തകം വായിച്ചിട്ട് കാണാപാഠം പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടികൾ തയ്യാറാക്കുകയല്ല വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അധ്യയന വർഷം വിശ്വാസ പരിശീലനത്തിൽ 12ാം ക്ലാസ്സിലേക്ക് പുതിയ പുസ്തകം കടന്നു വന്നിരിക്കുകയാണ്. വിവാദമായ പഴയ പുസ്തകം എടുത്തു മാറ്റിയിരിക്കുന്നു. പുതിയ പുസ്തകം കുട്ടികൾക്ക് പഠിക്കാനായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയാമോ വിവാദമായ പഴയ പുസ്തകം എന്ന് പറയാൻ കാരണം? 15 വർഷം മുമ്പാണ് ആ പുസ്തകം വിശ്വാസ പരിശീലന രംഗത്തേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള വ്യക്തികളെയും ആ കാലഘട്ടത്തിലെ കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പുസ്തകം ഇറങ്ങിയത്. എന്നാൽ 15 വർഷം കൊണ്ട് കാലം വളരെ മാറി. പുതിയ കുട്ടികൾ, അതായത് ന്യൂജൻ കുട്ടികൾ, അവർക്ക് ആ പുസ്തകം മതിയാകുമായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പലവിധ കെണികളിൽ കുടുങ്ങുന്നു എന്നുള്ളത് വലിയൊരു ആരോപണമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഈ പുസ്തകത്തിൽ ഇല്ലല്ലോ എന്നായിരുന്നു പല മതബോധന അധ്യാപകരുടെയും പേരൻസിൻ്റെയും വിഷമം എന്ന് പറയുന്നത്. അത് പരസ്യമായി പല വേദികളും തുറന്നാട്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ മേഖലകളെ പറ്റി പറയുന്നില്ല എന്നുള്ള വിഷമമാണ്. അതുപോലെ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായി ക്രിസ്തു മതത്തിലുള്ളത് എന്ന് പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ആളുകളിലുണ്ടായിരുന്ന വിഷയങ്ങൾ. പഴയ പുസ്തകവും പുതിയ പുസ്തകം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എനിക്ക് മനസ്സിലായത്, പഴയ പുസ്തകത്തിലെ ഓരോ സബ്ജക്റ്റ് അതുപോലെ തന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഉദാഹരണത്തിന്, എന്താണ് നിരീശ്വരവാദം, എന്താണ് കമ്മ്യൂണിസം, എന്താണ് ജ്ഞാനവാദം, ഇങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ പുതിയ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ആ ചിത്രം മാറിയിരിക്കുന്നു. പകരം 1ാമത്തെ അധ്യായം തന്നെ കാണാം, എൻ്റെ ഈശോ എൻ്റെയാണ്. 2ാമത്തെ അധ്യായത്തിൽ കിടക്കുമ്പോൾ എൻ്റെ സീറോ മലബാർ സഭ എൻ്റെയാണ്. ഇതിലൂടെ വ്യക്തമായി ഒരു കാഴ്ചപ്പാട് കാണുകയാണ്. എന്താണെന്ന് അറിയാമോ? ഈശോ എൻ്റെയാണെന്നുള്ളൊരു ബോധ്യം, സമുദായ സ്നേഹം, സീറോ മലബാർ സഭ എൻ്റെ ആണെന്നുള്ളൊരു ബോധ്യം, അതാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അത് വളരെ മനോഹരമായി തോന്നുകയാണ്. ഇനി ഈശോയെ പറ്റി പറയുമ്പോൾ മറ്റു മത സ്ഥാപകരെ പോലെയല്ല, മറിച്ച് യേശു ആരാണ്, യേശുവിൻ്റെ ഡിവിനിറ്റി എന്താണ്, യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, യേശുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അവൻ്റെ അനന്യത എന്താണ്, അതാണ് വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികളോട് ഈശോ ആരാണെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും പ്രവാചകന്മാരെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരെ പോലെയോ ചരിത്രത്തിലുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് അവൻ ദൈവമാണ്, ദൈവപുത്രനാണെന്ന് പറയത്തക്കവണ്ണം പഠിപ്പിക്കുന്ന രീതിയിലാണ് 1ാമത്തെ അധ്യായം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അത് അഭിനന്ദനാർഹമാണ്. നീ 2ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള വലിയൊരു പരാതിയാണ്, നമ്മുടെ കുട്ടികൾക്ക് ഒരു സമുദായ സ്നേഹമില്ല. എന്തെങ്കിലും ക്രിസ്ത്യാനിയായാൽ മതി, സീറോ മലബാർ സഭയോട് ഒരു സ്നേഹം കാണുന്നില്ല. ഏത് സഭയിലാണ് വിശ്വസിക്കുന്നത് ആ സഭയോട് ഒരു സ്നേഹം തോന്നുന്നില്ല എന്നുള്ള പരാതി. അതിന് വളരെ വ്യക്തമായി എൻ്റെ സീറോ മലബാർ സഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ അധ്യായം അവിടെ കാണാൻ സാധിക്കുക. കാരണം ഇതുവരെ പഠിപ്പിച്ചിരുന്ന കാറ്റഗിസം ടെക്സ്റ്റ് ബുക്സ് സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എത്ര സഭകളുണ്ട്, ഓരോ സഭകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചതെങ്കിൽ ഇത്തവണത്തെ പുസ്തകത്തിൽ അങ്ങനെയല്ല. സീറോ മലബാർ സഭയെക്കുറിച്ചുള്ള അതിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ അധ്യായത്തിൽ കിടക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച്, അതും ഈ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ വിവാദപരമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 4 വിശ്വാസത്യങ്ങൾക്കെതിരെ പറയുന്ന പ്രബോധനങ്ങളുണ്ടോ അവയെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിൽ തെളിവ് സഹിതം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 4 വിശ്വാസത്യങ്ങളും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് 3ാം അധ്യായത്തിലാണ്. ഇതാണ് മറ്റൊരു പ്രത്യേകതയായി തോന്നിയത്. ഇനി കഴിഞ്ഞ വർഷത്തെ കാറ്റഗിസം ടെക്സ്റ്റ് പുസ്തകത്തിലെ ഇല്ലാതിരുന്നൊരു ഭാഗമാണ് ലൈംഗികത, വിവാഹം, പ്രണയം എന്നുള്ള കൺസെപ്റ്റൊക്കെ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ പുതിയ പുസ്തകത്തിൽ
എന്താണ് ലൈംഗികത, എന്താണ് വിവാഹം, എന്താണ് പ്രണയം, അതിലുള്ള കൗമാരം കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെ, എങ്ങനെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം, എങ്ങനെയാണ് ലൈംഗികത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത്, ജീവിത വിശുദ്ധി എങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടത്, ഇവയെക്കുറിച്ച് അടിവരയിട്ട് ഓരോരോ കാര്യങ്ങളായി വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ആധുനിക കാലഘട്ടത്തിലുള്ള വലിയൊരു വെല്ലുവിളി LGBTQ അവരെ കുറിച്ച് വളരെ മനോഹരമായി അതിൽ എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ കാലോചിതമായൊരു മാറ്റം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രണയക്കെണികൾ നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ള പ്രണയക്കെണികളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാമെന്നതിനെ കുറിച്ചും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു വിഷയം, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വിഷയം. എന്താണെന്നറിയാമോ? ശാസ്ത്രവും ക്രിസ്തു മതവും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. അതും ഓരോ ക്രൈസ്തവ ശാസ്ത്രജ്ഞന്മാരുടെ, അതും വിശുദ്ധരുടെ, അതുപോലെ വൈദികരുടെ, അവരുടെ എല്ലാം ഈ ശാസ്ത്രീയ ചരിത്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്, എന്തെല്ലാം മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെപ്പറ്റി വ്യക്തമായി പഠിപ്പിക്കാൻ. ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾക്ക് അന്ധവിശ്വാസികളല്ലേ, ശരിക്ക് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ മതം വിട്ടുപോകും എന്നൊരു കുട്ടിയോട് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, ഞങ്ങളുടെ മതത്തിലെ വിശുദ്ധരായ വ്യക്തികൾ, അതുപോലെ പണ്ഡിതരായ വൈദികർ, ഇവരെല്ലാം ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്ന് പറഞ്ഞ് അവരെന്തൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് പറയാൻ തക്കവണ്ണം പ്രാപ്തമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത. കഴിഞ്ഞില്ല, ഇനിയും മറ്റൊരു അധ്യായത്തിൽ കടന്നു വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ, കേരളത്തിൽ നടപ്പിലാക്കി. സാമൂഹ്യ രംഗത്ത് പലരും ചോദിക്കാറുണ്ട്, സ്വാതന്ത്ര്യ സമര രംഗത്ത് ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭാവനയുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ക്രിസ്ത്യാനികൾക്ക് എന്താണ് സംഭാവനയുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ആദ്യമൊക്കെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. അതെല്ലാം മാറി. ഈ പുസ്തകത്തില് എന്തെല്ലാം മാറ്റങ്ങളാണ് ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിൽ വരുത്തിയിട്ടുള്ളത്, എന്തൊക്കെ സംഭാവനകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കും മറ്റും നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു പഠനപരമായിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ തന്നെ, അത് പറയത്തക്കവണ്ണം, ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ തക്കവണ്ണം തന്നെ മനോഹരമായി തന്നെ ഇതിൽ ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇപ്രകാരം എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് യുവാക്കൾ, കൗമാരപ്രായക്കാർ വിശ്വാസ സംബന്ധമായി നേരിടുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു പുസ്തകമാണ് കാറ്റഗിസം +2 വിശ്വാസ പരിശീലനത്തിന്റെ 12ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ്. ഈ പുസ്തകം തയ്യാറാക്കിയവർ വളരെയധികം പ്രശംസ അർഹിക്കുന്നു. ഇനി ഇത് ആരുടെ കയ്യിലെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ അധ്യാപകരുടെ കയ്യിലാണ്, +2 പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കയ്യിലാണ്. ഈ പുസ്തകം വായിച്ചിട്ട് കാണാപാഠം പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടികൾ തയ്യാറാക്കുകയല്ല വേണ്ടത്. ഈ പുസ്തകം ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ഓരോ അധ്യാപകനും കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാറ്റഗിസം +2 കാറ്റഗിസം വളരെ വിജയകരമായിരിക്കും. ഒരു സംശയവുമില്ല, നമ്മുടെ കുട്ടികൾ വിശ്വാസത്തിൽ ആഴത്തിൽ ഉറയ്ക്കുന്നവരായി മാറും. ഒരു സംശയം വേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ.